നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒമാനിലെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ഓണം സെലിബ്രേഷനെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 9:30 അവിടെ എത്തിച്ചേർന്നു. ചെന്നപ്പോൾ തന്നെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ കഴിഞ്ഞ സീനിൽ നിങ്ങൾ കണ്ടു കാണും, ട്രഡീഷണൽ ഡ്രസ്സിൽ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലെല്ലാം കുരുത്തോലയെല്ലാം കെട്ടി നമ്മുടെ നാട്ടിലൊരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത് 27 സെപ്റ്റംബർ 2024 വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ ആയിരുന്നു. അപ്പോൾ സ്റ്റാഫുകൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഹാളിനകത്ത്, പ്രോഗ്രാം നടക്കുന്ന ഹാളിൻ്റെ എൻട്രൻസിൽ ചെന്നു. വലിയൊരു മാവേലിയുടെ കട്ടൗട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെല്ലുമ്പോൾ തൊടാനായിട്ടുള്ള കളഭം, പിന്നെ രണ്ട് സൈഡിലും നമ്മൾ വെൽക്കം ചെയ്യുന്ന രീതിയിൽ താലമെല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വലിയൊരു പൂക്കളം തന്നെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര കളർഫുള്ളായിട്ടുള്ള പൂക്കളം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു വഞ്ചി നിറയെ പച്ചക്കറികൾ, വെജിറ്റബിൾസ്, ഓണത്തിൻ്റെ ആ ഒരു പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഈ വലിയ പൂക്കളവും ആ ഒരു വെൽക്കം ചെയ്യാനുള്ള ആ താലവും എല്ലാം പിടിച്ച് ചെല്ലുമ്പോൾ നാട്ടിൽ ചെന്ന ഒരേ പ്രതീതി നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു അവിടെ ചെല്ലുമ്പോൾ. പിന്നീട് ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന ഹാളിനകത്തോട്ട് പ്രവേശിക്കാനായിട്ട് പോയി. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ്. അതേപോലെ തന്നെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എല്ലാവരും ട്രഡീഷണൽ ഓണം ഔട്ട്ഫിറ്റ് എല്ലാം ധരിച്ച് നല്ല ഭംഗിയായിട്ടായിരുന്നു വന്നിരുന്നത്. ഇന്ത്യൻ സ്കൂളിൻ്റെ പ്രധാന ഹാളിൽ തന്നെയാണ് പ്രോഗ്രാം അരങ്ങേറാൻ പോകുന്നത്. താലപ്പൊലിയും പൂക്കളും മാത്രമല്ല, പഞ്ചവാദ്യം കൂടി വരാൻ പോവുകയാണ്. മസ്കറ്റ് പഞ്ചവാദി സംഘത്തിൻ്റെ വലിയൊരു പഞ്ചവാദ്യം തന്നെ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. കണ്ടിട്ട് വന്നാലോ? മസ്കറ്റ് പഞ്ചവാദ്യത്തിൻ്റെ ഗുരുസ്ഥാനീയനായ ശ്രീ സുരേന്ദ്രൻ തിച്ചൂരും കോർഡിനേറ്റർ ശ്രീ മനോഹരൻ ഗുരുവായൂരും നയിക്കുന്ന പഞ്ചവാദ്യം കണ്ടു നിൽക്കാൻ തന്നെ കണ്ണിനും കേൾക്കാൻ കാതുകൾക്കും ഏറ്റവും ഇമ്പമാർന്നതാണ്.
അങ്ങനെ പഞ്ചവാദ്യവും ആർപ്പുവിളിയും എല്ലാം കൊണ്ടും ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൻ്റെ ഓണാഘോഷം അങ്ങേയറ്റം വിശേഷപ്പെട്ടതായി. ഒപ്പം ഒരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു, മാവേലി ഇല്ലാതെ എന്തോ ഓണം അല്ലേ. അങ്ങനെ മാവേലിയും വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ മാവേലി തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ ഓണാഘോഷത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ബോർഡ് മെമ്പേഴ്സ് തന്നെ നിർവഹിക്കുകയാണ്. ചെയർമാൻ ശ്രീ ശിവകുമാർ മാണിക്യം, ഫിനാൻസ് ഡയറക്ടർ മിസ്റ്റർ നിതീഷ് കുമാർ എന്നിവരും സന്നിധരായിരുന്നു. ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം മാവേലി തമ്പുരാൻ്റെ ഓണാശംസകളോടുകൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കഥകളി, നൃത്തങ്ങൾ, പിന്നെ അതോടൊപ്പം നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പുലിക്കളി. അപ്പോൾ അതൊരു 30-ലധികം കുട്ടികൾ പുലിക്കളി കെട്ടി വേദിയിൽ വന്ന് മറ്റ് ഡാൻസും പ്രോഗ്രാമുകളും അരങ്ങേറി.
കലാസ്വാദനത്തിന് ശേഷം കായികാസ്വാദനത്തിലേക്ക് തിരിയാം. ആദ്യം തന്നെ സ്ത്രീകളുടെ വടംവലി മത്സരം അരങ്ങേറുകയുണ്ടായി. ഒട്ടും മടി കാണിക്കാതെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള വടംവലി മത്സരത്തിൽ സ്ത്രീകൾ ഏറ്റവും നന്നായി തന്നെ പങ്കെടുക്കുകയും അവരുടെ ശക്തി അവിടെ തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷം പുരുഷന്മാരുടെ വടംവലി മത്സരവും അരങ്ങേറുകയുണ്ടായി. അങ്ങനെ നമ്മുടെ മനസ്സുകളിലെല്ലാം നിലനിൽക്കുന്ന ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു ഓണത്തിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളും അവിടെ അരങ്ങേറി. എല്ലാവരും അതിൽ പരമാവധി സന്തോഷം കണ്ടെത്തുകയും അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. സദ്യയില്ലാതെ എന്ത് ഓണം എന്നല്ലേ? അതെ, അങ്ങനെ കലാപരിപാടികൾക്കെല്ലാം ശേഷം ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് നമുക്കായി ഒരുക്കിയിരുന്ന ഫുഡ് ലാൻഡ്സ് അൽക്വയർ നമുക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദ്യയും കുറച്ച് മുക്കുറ്റിയും തുമ്പപ്പൂവും എന്ന് പറയുന്ന പോലെ സദ്യയും കുറേ ആഘോഷ പരിപാടികളും എല്ലാമായി IS എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗംഗേഷ് വടക്കേരി.